പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഉദാഹരണത്തിന് മമ്മൂട്ടി രാവനാഴിയായാലും സുരേഷ് ഗോപിയുടെ കമ്മീഷണറാണെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമ. കൊള്ളാം, കുറച്ചുകൂടെ ക്രൈമിലേക്ക് ശരിക്കും പറഞ്ഞാൽ കയറുന്നത് എടുക്കുന്നത് ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ്. വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത രംഗം എന്താണ് എന്ന് കാണാനുള്ള ഒരു ആവേശം പകരുന്നുണ്ട്. കണക്റ്റ് ആവുന്ന സംഭവമാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ. പടം ഒരു നല്ലൊരു അറ്റംപ്റ്റാണ്. സിമ്പിൾ സ്റ്റോറിയാണ്. അഭിനയം കുഴപ്പമില്ല. ഓഡിയൻസിന് കണക്റ്റ് ആവും. കൊള്ളാം, നല്ലതായിരുന്നു. എൻഡിങ് വളരെ നന്നായിരുന്നു. നല്ല രസമുണ്ടായത്. ഇത് ടിനി ടോമിയുടെ ആക്ടിങ് വളരെ നന്നായിരുന്നു. അടിപൊളി മൂവി, കൊള്ളാം, നല്ല മൂവി, കൊള്ളാം. ത്രില്ലറാ, ഒരു ലാഗിങ്ങും ഇല്ല, സൂപ്പർ മൂവി, അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു. അഭിനയങ്ങളെല്ലാം എല്ലാവരും കൊള്ളാം, നന്നായിട്ടുണ്ട്. എടുത്തു പറയാത്ത എല്ലാവരും കൊള്ളാം, ആരും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്, നന്നായിരുന്നു. നല്ലതായിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഇന്നൊരു ത്രില്ലർ സിനിമ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടത്. ഒരു കുറ്റാന്വേഷണ കഥ. അതിൽ സന്തോഷ് സാറും സജീവ് വൈദ്യരൊക്കെ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്കും നമുക്ക് ആർക്കും സംശയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷനാണ് അവസാനമായിട്ട് വരുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത രംഗം എന്താണ് എന്ന് കാണാനുള്ള ഒരു ആവേശം പകരുന്നുണ്ട്. ഏതായാലും ഇത് നിർമ്മിച്ചവർക്കും അതിലെ ആർട്ടിസ്റ്റുകൾക്കും പുതുമുഖങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. നല്ല പടം, നല്ല ത്രില്ലറാണ്, നല്ല സസ്പെൻസ് ഉണ്ട്. നല്ല പടം, നന്നായിരിക്കും. പുതുമുഖമൊന്നും പറയില്ല, നല്ല പടം. നല്ല പടമാണ്. പല പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഉദാഹരണത്തിന് മമ്മൂട്ടി രാവനാഴിയായാലും സുരേഷ് ഗോപിയുടെ കമ്മീഷണറാണെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമ. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. നന്നായിട്ടുണ്ട്. തിരക്കേടില്ലാത്ത പടമാണ്. ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കണക്റ്റ് ആവുന്ന സംഭവമാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ. പോലീസ് ഡേ. കുറച്ച് പുതിയ ആളുകളുണ്ട്, പിന്നെ അല്ലാതെ അൻസിബ, ടിനി ടോം, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പടം കൊള്ളാം, നല്ലൊരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതുപോലെ ടിനി ടോമൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നന്ദു ചേട്ടനൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക കുറച്ച് അല്ലാത്ത നമ്മുടെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ അവർ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടെ ഒരു ത്രില്ലിങ്ങിലേക്ക് കടക്കുന്ന സെക്കൻഡ് ഹാഫാണ്. എന്തായാലും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ വിചാരിച്ചൊരു ഇവിടെയുള്ള ഒരു സാധാരണ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് വരുന്ന ഇവിടുന്ന് എടുക്കുന്ന ആൾക്കാരുടെയൊക്കെ സിനിമകളെന്ന് പറയുന്നതൊക്കെ അത്രയൊക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് കുഴപ്പമില്ല. ഫ്രെയിമായാലും ആ സ്ക്രീനും കാര്യങ്ങളും ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ലൊരു വലിയൊരു സിനിമ കാണുന്ന ഒരു ഫീല് കിട്ടിയായിരുന്നു. കൊള്ളാം, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു. ചെറിയ ആർട്ടിസ്റ്റുകളെന്ന് വെച്ചാൽ നന്ദുവും ഈ ടിന്നുമൊക്കെ പഴയ ആർട്ടിസ്റ്റുകളാണ്. ധർമ്മജനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ ആൾക്കാർ ഇരുന്ന് കണ്ടോളും, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, കുറച്ചുകൂടെ ക്രൈമിലേക്ക് ശരിക്കും പറഞ്ഞാൽ കയറുന്നത് എടുക്കുന്നത് ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ്. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, കണക്റ്റ് ആവുന്നുണ്ട്. നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്ന ഓരോത് കിട്ടുന്നു. അതിന് നല്ല പാട്ടുണ്ട്, 2-3 പാട്ട് നല്ലതുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോഴത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം.